ബഹുമാനപ്പെട്ട ക്ഷേമസമിതി ജനറൽ സെക്രട്ടറി പ്രകാശേട്ടൻ പറഞ്ഞ പോലെ നാളെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിരിക്കുന്ന കുചേല സദ്ഗതിയാണ് നടത്തപ്പെടുന്നത്. ഭഗവാൻ എന്താണ് മായ കാണിച്ചതെന്നുള്ളതിൻ്റെ ഏറ്റവും നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ലീലകളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി കാണിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒന്നാണ് കുചേല സദ്ഗതി. ദാരിദ്ര്യ ദുഃഖം മാറാൻ വേണ്ടിയിട്ട് ഭക്തന്മാർ ഈ സമയത്ത് അവർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ കുചേല സദ്ഗതിയുടെ ഭാഗമായി ഓരോ ഭക്തന്മാരും ഭഗവാനെ നേർച്ചകാഴ്ചകൾ സമർപ്പിക്കുകയും തങ്ങളുടെ ദാരിദ്ര്യ ദുഃഖം മാറാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ തിരുമുമ്പിൽ ലക്ഷ്മി സ്വരൂപിണിയായി ഇന്ന് നമ്മൾ വിളക്ക് പൂജകൾ കഴിഞ്ഞു. നാളത്തെ പ്രധാന ചടങ്ങിലേക്ക് ഇപ്പോൾ തന്നെ നമ്മൾ പ്രാരംഭം കുറിച്ചിരിക്കുകയാണ്. ആ നടന്ന് എത്തുന്ന കുചേലൻ ഭഗവാന്റെ തിരുമുമ്പിൽ എത്തിച്ചേരുന്ന കാലയളവ് പോലെ തന്നെയാണ് സർവ്വ ഐശ്വര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് സർവൈശ്വര്യ പൂജ മഹാലക്ഷ്മിയെ പൂജിച്ച് തൃപ്തിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഓരോ ഭക്തനും തൻ്റെ മാനസപത്മത്തിൽ വിരിഞ്ഞിരിക്കുന്ന താമരപ്പൂ കൊണ്ട് പൂജകൾ അർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ലക്ഷ്മി പ്രസാദത്തോടു കൂടിയാണ് നാളെ ലക്ഷ്മി കടാക്ഷം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കുചേലൻ ഭഗവാനെ കാണുകയാണ്. ആ ഭഗവാനിൽ നിന്നും നേടിയെടുക്കുന്ന പുണ്യമാണ് മഹാലക്ഷ്മി 2 പിടി അവല് ഭഗവാൻ വായിൽ വയ്ക്കുമ്പോൾ ഭക്തനായിരിക്കുന്ന കുചേലന് പ്രദാനം ചെയ്യുന്നത്. കുചേലൻ സർവത്തിൻ്റെയും അധിപതിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഞൊടിയിട നേരം കൊണ്ട് എപ്രകാരേണയാണ് ഒരു ഭഗവാന്റെ ഭക്തൻ തൻ്റെ സതീർത്ഥനായിരുന്ന പരമഭക്തനെ ഭഗവാൻ സംരക്ഷിച്ചത്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സങ്കടം മാറ്റിയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചത് എന്നത് നമ്മൾ നാളെ കാണാൻ പോവുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഭഗവാന്റെ അനുഗ്രഹവർഷം നേടാൻ ഇന്നാട്ടിലെ ആപാലവൃദ്ധം ഭക്തജനങ്ങളെയും ഇന്ദ്രാഞ്ചലക്കൽ മഹാവിഷ്ണു ഗോശാലകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ നാമത്തിൽ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. ഈ പുണ്യനിമിഷത്തിൽ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് എല്ലാ സുഹൃതവും നേടണമെന്നും അറിയിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.